അതായത് നിങ്ങൾ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ വരണ്ട. ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വ്യത്യസ്ത നിലപാടും അഴിമതിക്കെതിരായിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ, അതായത് മണ്ണാർക്കാട് നഗരസഭയിൽ അഴിമതിയുടെ കൂത്തരങ്ങാണ് കോൺഗ്രസും UDF-ഉം മറ്റേ ലീഗും ചേർന്ന്. കോട്ടപ്പാടം പഞ്ചായത്ത്, അരിയൂർ ബാങ്കിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഒരു ചെറിയ വാർത്ത കൊടുക്കാൻ തയ്യാറായോ? കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഇപ്പോഴും നല്ല വിലപിടിപ്പുള്ള കാറുകളിൽ സഞ്ചരിക്കുന്ന ചില മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ട്. ആ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും മക്കളാണ് ആ ബാങ്കിനകത്ത് ജോലി ചെയ്യുന്നത്. അവർ ഈ നടുക്കടലിൽ ഇറങ്ങി നിൽക്കുന്ന അതിന് തുല്യമായിട്ടാണ് ആ ജീവനക്കാരുടെ അവസ്ഥ. പരിപൂർണമായും ആ ബാങ്ക് പൊളിഞ്ഞു. കോടികളുടെ അഴിമതിയാണ്, 1-2 കോടികളല്ല, 50-60 കോടിയിലധികം കട്ട് തിന്നിട്ടാണ്. അങ്ങനെ അരിയൂർ ബാങ്ക്, ഈ പറയുന്ന മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി, കോട്ടപ്പാടം പഞ്ചായത്ത്, ഇതിലെല്ലാം ശക്തമായ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് UDF-ഉം ലീഗും കോൺഗ്രസും. അതെ, ഞാൻ പറഞ്ഞോട്ടെ CPM-ന്റെ അഭിപ്രായം അതിനെതിരായി ശക്തമായ സമരം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനിയും ഞങ്ങൾ സമരം കൊണ്ടുവരും. അതിനനുസൃതമായി പ്രവർത്തിക്കാത്ത CPM-ന്റെ ആരാണെങ്കിലും ഞങ്ങളുടെ ഘടകങ്ങളിൽ ചർച്ച ചെയ്യും. അതാണല്ലോ പാർട്ടി രീതി. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങളിങ്ങനെ ഉയർത്തിക്കാട്ടിയിട്ട് അതിനുത്തരം എന്ന് പറയുന്നതല്ല. 42,222 പാർട്ടി മെമ്പർമാരിൽ CPM-ന്റെ നിലപാടിനനുസൃതമായാണ് ഈ പാർട്ടി മെമ്പർമാരെല്ലാം പ്രവർത്തിക്കുന്നത്. അതിൽ നിന്ന് ചാഞ്ചാട്ടമോ വ്യതിയാനമോ ഉണ്ടായാൽ അത് തിരുത്തിക്കാനുള്ള ഘടകങ്ങൾ അതാത് മെമ്പർമാർ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും.